കഴിഞ്ഞ 2 എപ്പിസോഡിലായിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ ഡീമൺ നമ്മളിലുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ഒരു എപ്പിസോഡ് തീർക്കാം എന്ന് വിചാരിക്കുന്നു. വെൽക്കം ടു അവർ ചാനൽ മെറ്റനോയ മിനിസ്ട്രീസ്. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് ക്രിസ്ത്യാനികൾ ആയിരിക്കുന്നവർ പോലും ഡീമൺസിൻ്റെ ഇൻഫ്ലുവൻസിലാണ് ഇരിക്കുന്നത്, പലർക്കും അറ്റാക്കുകളുണ്ട് എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചാണ് ആദ്യം ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞത്. രണ്ടാമത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് ദൈവം നമ്മളെ സമൃദ്ധിയായ ജീവിതത്തിലേക്ക് നയിക്കുന്നതെന്ന് 5 പോയിന്റുകൾ പറഞ്ഞു. അത് നമുക്ക് അറിവില്ലെങ്കിൽ അത് നമുക്കൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങളത് കാണുകയും അറിവ് പ്രാപിക്കുകയും ചെയ്യണം. ഇനി സ്പിരിച്വൽ തലത്തിലുള്ള ചില പ്രധാനപ്പെട്ട തത്വങ്ങളാണ് പറയുന്നത്. ഇത് പ്രധാനപ്പെട്ട തത്വമാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം, പക്ഷേ എന്നാലും അത് ഭയങ്കര പ്രാധാന്യമുള്ളതാണ്. അതിനകത്ത് അതിൻ്റെ പ്രാധാന്യം നമ്മൾ ചിന്തിക്കുന്ന പോലല്ല, അത് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഞാൻ അതിലേക്ക് കയറുമ്പോഴത്തേക്ക് ഞാൻ പറയാം. അത് നമ്മൾ എന്തിനാണ് മനസ്സിലാക്കുന്നത് ചോദിച്ചാൽ, ഇതൊക്കെയാണ് നമ്മളെ പൈശാചിക ശക്തി നമ്മളെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അഫ്ലിക്റ്റ് ചെയ്യാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒരു ദൈവം ഒരു അബണ്ടൻ്റ് ലൈഫിന് വേണ്ടി ഒരു ഹീലിംഗ് ഡെലിവറൻസ് തന്നിട്ടുണ്ട്. ദൈവം ഒരു സൗണ്ട് മൈൻഡ് തന്നിട്ടുണ്ട്. ദൈവം നമുക്കൊരു പീസ് തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് വേണ്ട പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദൈവം നമുക്ക് പ്രൊട്ടക്ഷൻ തന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഈ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് വാട്ട് യു സോ യു റീപ്പ്. ഇതൊരു ജനറൽ പ്രിൻസിപ്പിളാണ്, എല്ലായിടവും ഉള്ള ഒരു പ്രിൻസിപ്പിളാണ്. അത് ക്രിസ്ത്യാനികൾക്കുമായിട്ട് മാത്രമല്ല, എല്ലാവർക്കും ഉള്ളൊരു പ്രിൻസിപ്പിളാണ്. നിങ്ങൾ എന്താണ് വിതയ്ക്കുന്നത് അത് കൊയ്യും. ഈ ക്രിസ്ത്യൻ പ്രിൻസിപ്പിളിലെ പാപത്തിന് ചില കോൺസിക്വൻസ് ഉണ്ടെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. പാപം ചെയ്യുന്നതിന് ദൈവം നമുക്ക് ചില പ്രയാസങ്ങൾ കൂടി കടന്നു പോകും. എത്ര പാപമായാലും ദൈവം ക്ഷമിക്കും, അല്ലേ? പാപം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു ഗേറ്റ് വേ പിശാചിന് ഓപ്പൺ ചെയ്യാണ്. ഇറ്റ് ഈസ് എഗൻസ്റ്റ് ദ സ്പിരിച്വൽ ലോയ്ക്ക് എതിരാണ്. അപ്പോഴുടൻ തന്നെ പിശാചിന് അവിടെ ക്ലെയിം കിട്ടുകയാണ്. പിശാച് അവിടെ ഒരു ഗേറ്റ് വേ ഓപ്പൺ ചെയ്യാണ്. അതിൻ്റെ ഒരു കോൺസിക്വൻസ് നമ്മൾ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ എത്ര ദൈവത്തോട് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും പാപം ക്ഷമിക്കും, പക്ഷെ ചെയ്തു പോയ പാപത്തിൻ്റെ കോൺസിക്വൻസ് നിങ്ങൾ അനുഭവിക്കുകയാണ് ചെയ്യും. ഇതാണൊരു സ്പിരിച്വൽ ലോ ആണത്. കാരണം ഈ സ്പിരിച്വൽ ലോ എല്ലാവർക്കും ആപ്ലിക്കബിളാണ്. മനുഷ്യന് മാത്രമല്ല, ദൈവത്തിനും ആപ്ലിക്കബിളാണ്, പിശാചിനും ആപ്ലിക്കബിൾ. ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ ദൈവം യെസ് ആണ് 100%. അത് മനുഷ്യന് ആപ്ലിക്കബിളാണ്. ചെയ്തില്ലെങ്കിൽ അപ്പോൾ തന്നെ പിശാചിനും ആപ്ലിക്കബിളാണ്. അതുപോലെ തന്നെയാണ് ഈ സോയിങ് ആൻഡ് റീപ്പിങ്. നമ്മൾ ജനറസ് ആണെങ്കിൽ സൂപ്പർ നാച്ചുറലായിട്ടുള്ള പ്രൊവിഷൻ നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഇതാണ് ഒരു പ്രിൻസിപ്പിളാണ്. നമുക്ക് ജനറസ് ആണെങ്കിൽ സൂപ്പർ നാച്ചുറലായിട്ടുള്ള ഒരു പ്രൊവിഷൻ ദൈവം നമുക്ക് വരും. അതെങ്ങനെ വരുമെന്നൊന്നും നമുക്ക് അറിയത്തില്ല, അത് വരും. ദൈവവചനം പഠിപ്പിക്കുന്ന അതാണ്. ദൈവവചനം പഠിപ്പിക്കുന്ന ഗലാത്യർ 6:7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലെ വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നെല്ല് വിതച്ചാൽ ഗോതമ്പ് കൊയ്യത്തില്ല, നെല്ല് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും എന്ന് പറഞ്ഞാൽ, പാപത്തിൽ ഇരിക്കുകയും പാപത്തിൻ്റെ പ്രവൃത്തികളും ചെയ്യുന്നവൻ നാശം വന്നു ചേരും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും എന്ന് പറഞ്ഞാൽ, ആത്മാവിൽ വിതയ്ക്കുന്നവൻ, ആത്മീയ കാര്യങ്ങൾക്ക് താല്പര്യം ചെയ്യുന്നവൻ നിത്യജീവൻ അവന് ഉണ്ട്. അതുകൊണ്ട് നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. നമ്മൾ കൊയ്യുന്ന വിതയുടെയും കൊയ്ത്തിൻ്റെ ഒരു ഉപമ പറഞ്ഞിട്ടാണ് പറയുന്നത്. ഇത് ദൈവം പറയുന്ന അനുസരിച്ച് ദൈവത്തിന് കൊടുക്കുക, ദൈവത്തിന് ശുശ്രൂഷകന്മാർക്ക് കൊടുക്കുക, സഭയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കുക, നന്മ ചെയ്യുക, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. സഹവിശ്വാസികൾ കൊടുക്കുക, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് പറയുന്നത്. പുതിയ നിയമത്തിൻ്റെ ഒരു പഠിപ്പിക്കലാണ്. പഴയ നിയമത്തിലും ഉണ്ട്. മലാക്കി 3:10 എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവൻ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുകയും ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ല എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പീൻ എന്ന സൈന്യങ്ങളുടെ യഹോവ. മലാക്കിയിലൊരു പ്രവചനമാണെങ്കിലും ദൈവത്തെ പരീക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്ന ഒരു ആഹ്വാനമാണ്. ദൈവത്തെ പരീക്ഷിക്കാൻ പറയുന്നൊരാഹ്വാനം എന്ന് പറഞ്ഞാൽ
നിങ്ങൾ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുചെല്ല്. നിങ്ങളുടെ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് സ്ഥലം പോരാതെ വണ്ണം നിങ്ങളെ അനുഗ്രഹിക്കുമെന്നാണ്. അത് ദൈവത്തെ ഒന്ന് പരീക്ഷിക്കാൻ പറഞ്ഞിരിക്കുക, അത്രയും ദൈവം പറഞ്ഞിരിക്കുക. പക്ഷേ നമ്മൾ ദ പ്രിൻസിപ്പിൾ ഓഫ് സോ ആൻഡ് റീപ്പ് പലപ്പോഴും മറന്നു കളയുന്നു, നമ്മളത് ചെയ്യുന്നില്ല. സുവിശേഷ പ്രവർത്തനങ്ങൾക്കൊക്കെ സഹകാരികളായി തീരാനായിട്ട് പൗലോസ് പറയുന്നുണ്ട്. ആ സമയത്തുള്ള മാക്സിഡോണിയയെ സഹായിക്കാനായിട്ട് ധർമ്മശേഖരം നടത്തുന്നതൊക്കെ കൊരിന്ത്യർക്കിടയിൽ ലേഖനത്തിനകത്ത് പറയുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധേയമാണ്. എന്നിട്ട് അതൊക്കെ എന്താണ്, വേറെ ഒരു സഭയെ അല്ലെങ്കിൽ ഒരു സുവിശേഷ പ്രവർത്തനയെ സഹായിക്കുക. അതിൽ കൂടി എന്താ സംഭവിക്കുന്നത്, അവർ ഇത് കണ്ടിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അതുവഴി ഇൻടേൺ ഇതാരാണ് കൊടുത്തിരിക്കുന്നത്, അവിടെ സപ്ലൈ ഡെവലപ്പ് ചെയ്യാണ്, വർദ്ധിക്കുകയാണ്. ദൈവരാജ്യത്തിന് കൊടുക്കുന്ന സപ്ലൈ ആ രീതിയിൽ അവിടെ യൂസ് ചെയ്യപ്പെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവരാജ്യത്തിൻ്റെ സപ്ലൈ പാസ്റ്ററുടെ വയറ് നിറയാനല്ല യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ദൈവരാജ്യത്തിന് കൊടുക്കുന്ന സപ്ലൈ അത് ഏതെങ്കിലും വഴികളിൽ ശുശ്രൂഷയ്ക്ക് യൂസ്ഫുൾ ആവുമ്പോൾ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുകയും അനേകം ആളുകൾ കർത്താവിനെ അറിയുകയൊക്കെ ചെയ്യുമ്പോൾ അവരെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഇൻഡയറക്റ്റായിട്ട് ഇതാര് സപ്ലൈ ചെയ്തോ അവരുടെ പ്രൊവിഷൻ ഡെവലപ്പ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇഫ് യു ആർ ജനറസ് സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻ വിൽ കം ടു യു എന്ന് പറയുന്നത്. ഇതൊരു പ്രിൻസിപ്പിളാണ്, ദൈവത്തിൻ്റെ പ്രിൻസിപ്പിളാണ്, ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിളാണ്. അത് ദൈവം ഒരിക്കലും അതിൽ നിന്ന് മാറത്തില്ല. ദാറ്റ് വിൽ ബി ദെയർ. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, വാട്ട് യു സ്പീക്ക് ദ വേർഡ്സ് അലൈൻ ടു യുവർ ലൈഫ് യു വിൽ റിസീവ്. നിങ്ങൾ എന്ത് പറയുന്നു അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ മരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മരണം കിട്ടും. നിങ്ങൾ അനുഗ്രഹം പറഞ്ഞാൽ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും. നിങ്ങൾ നെഗറ്റീവായിട്ടുള്ളത് പറഞ്ഞാൽ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ, ബ്ലെസ്സിങ് ഒക്കെ ബ്ലോക്ക് ആവും. ഇതൊരു ജനറൽ പ്രിൻസിപ്പിളാണ്. ഈ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ വിചാരിക്കും ഒരു വാക്ക് പറഞ്ഞിങ്ങനെ അതങ്ങ് പോവുകയാണല്ലോ. എന്നാൽ ഈ വാക്കുകളെല്ലാം തന്നെ നമ്മൾ ഈ അന്തരീക്ഷത്തിലെ റിപ്പിൾസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ, നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളെ, നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ ഇതൊരിക്കലും ചത്തുപോകുന്നില്ല, മരിച്ചു പോകുന്നില്ല. നമ്മുടെ വാക്കുകൾ ഒരിക്കലും മരിക്കുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് ഈ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ പോയിട്ട് അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് ഈ ക്രീച്ചേഴ്സ്, ഹെവൻലി ക്രീച്ചേഴ്സ് അത് കേൾക്കും. ഹെവൻലി ക്രീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കുറേ പേരുണ്ടല്ലോ, പിശാചും കേൾക്കും, ദൈവത്തിൻ്റെ ദൂതന്മാരും കേൾക്കും, അതെല്ലാം കേൾക്കും. അതുകൊണ്ട് ഒരിക്കലും അത് മരിച്ചു പോകുന്നില്ല, അത് പിന്നെയും അവിടെ കിടക്കും, അത് കേട്ടു. അതുകൊണ്ട് അതൊരിക്കലും മരിക്കാത്തതുകൊണ്ട് നമ്മൾ പറയുന്ന വാക്കുകളാണ് നമ്മൾക്ക് അനുഗ്രഹം തരുന്നതും ശാപം തരുന്നതും നമ്മളെ ജീവനിൽ നിലനിർത്തുന്നതും. സദൃശവാക്യം 18:21 മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ് മരണം. നീ മരിക്കുമെന്ന് പറഞ്ഞാൽ മരിക്കും, ജീവിക്കുമെന്ന് പറഞ്ഞാൽ ജീവിക്കും. അത് നിൻ്റെ ഉത്തരവാദിത്വമാണ്. ചില ആളുകളുണ്ട് ഇങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കും, ഒന്നും നടക്കാൻ പോകുന്നില്ല, ഞാൻ എത്രയോ നാൾ പ്രാർത്ഥിച്ചു, ഒരു കാര്യവും നടക്കത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യവും നടക്കുന്നില്ല, ഇത് ഇങ്ങനെ ശപിച്ചുകൊണ്ടേയിരിക്കും. ഈ ഇസ്രായേൽ മക്കൾ മരുഭൂമിക്കൂടെ നടന്നപ്പം അവരുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിരുന്നു പിറുപിറുപ്പ്. ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടേയിരിക്കും. പല ആളുകളും ഇങ്ങനെ ഇങ്ങനെ പിറുപിറുത്ത് അവരുടെ ജീവിതത്തിലെ ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ബ്ലെസ്സിങ് വരാതെ അവർ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കാണുന്നു. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിലെ മോശ ഇസ്രായേൽ മക്കളെ നടത്തി അവരെ കൊണ്ടുപോകുന്നതിന് മുമ്പ് അവരോട് പറഞ്ഞു, അവർ ഈ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നതിനൊക്കെ അതിനൊക്കെ മുമ്പായിട്ടാണ് യോശുവയാണല്ലോ കനാൻ ദേശത്തേക്ക് നടത്തിയത്. എന്നാൽ അവരോട് പറഞ്ഞു 30:19 ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, നീ ജീവനും അനുഗ്രഹവും പറഞ്ഞാൽ അത് നിനക്ക് വരും, മരണവും ശാപവും പറഞ്ഞാൽ അത് നിനക്ക് വരും. അത് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ ജീവിതങ്ങളിൽ ഈ ജീവനും അനുഗ്രഹവും പറയാനായിട്ട് നമ്മൾ പഠിക്കണം. പ്രത്യേകം അത് ഓർക്കുക. ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്നിരിക്കുന്ന പ്രിൻസിപ്പിൾസ് ഇതൊക്കെയാണ്. ഇത് പറയുന്നതനുസരിച്ച് അതിനൊരു ഡിസൊബേ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്, അവർക്ക് പൈശാചി അറ്റാക്കുകൾ വന്നുകൊണ്ടേയിരിക്കും. ഈ പിശാച് ലോകത്തിലുണ്ട് എന്ന് നമ്മളൊരിക്കലും മറന്നു പോകരുത്. അവൻ നമ്മളെ എപ്പോഴും ഒപ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും.
ആ ഡെമോണിക് സ്പിരിറ്റ് അവൻ ഇങ്ങോട്ട് അയച്ചുകൊണ്ടേയിരിക്കും. കാരണം അവൻ ഈ ലോകത്തിലുണ്ട്. ഈ യോഹന്നാൻ 16:11 ഈ ഡെവിളിനെ കുറിച്ച് പറയുന്ന പ്രിൻസ് ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിൻ്റെ പ്രിൻസ്, ലോകത്തിൻ്റെ പ്രഭു എന്നാണ്. 1 യോഹന്നാൻ 5:19 പറയുന്നുണ്ട്. ഇത് രണ്ടും പറയുന്നത് ഈ ലോകത്തിൽ ദൈവം അല്ലെങ്കിൽ ഈ ലോകത്തിലെ പ്രഭു, ഈ ലോകം പിശാചിൻ്റെ അടിമത്വത്തിൽ ആണ് എന്നെപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ പറയുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം, അവനെ ഈ ലോകത്തിലിരിക്കുമ്പോൾ വെറുതെ ഇരിക്കത്തില്ല. അവനെ ഒപ്രസ് ചെയ്യാൻ നോക്കും, അവന് ഡിമോണിക് സ്പിരിറ്റിനെ അയക്കാനായിട്ട് നോക്കും. അതായത് ഒരു ഡോറ് ഓപ്പൺ ചെയ്താലേ, നമ്മളൊരു ഡോർ ഓപ്പൺ ചെയ്താലേ അവന് ഒരു ലീഗൽ ആക്സസ് വരികയാണ്. അതായത് സിൻ ഡോറ്, എപ്പോഴും അതാണ് ഓർക്കേണ്ടത്, ഒരു സിൻ ഡോറ് അവനൊരു എൻട്രി തരികയാണ്, ഒരു ഓപ്പൺ ഡോറ് ക്രിയേറ്റ് ചെയ്യാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ സ്പിരിച്വൽ ലോയുടെ കീഴിൽ നമ്മൾ ആയിരിക്കുമ്പോൾ അതനുസരിക്കാനായിട്ട് നമ്മൾ പഠിക്കണം, അത് നമ്മൾ മറന്നു പോകരുത്. അതായത് ഈ ഡെമൺസ് എങ്ങനെയാണ് ഇനിയും പോകുന്നത് എന്നുകൂടെ പറഞ്ഞിട്ട് ഇന്ന് എൻ്റെ വാക്കുകൾ അവസാനിക്കാം. ഒന്ന് നമുക്കറിയാവുന്നതാണ്, നേരത്തെ പറഞ്ഞാൽ ഈ അഭിഷേകമാണ് നമുക്ക് ആവശ്യം. ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ശക്തി പഴയ നിയമത്തിൽ മോശയുടെ പേരിലുണ്ടായിരുന്നു, യോശുവയുടെ പേരിലുണ്ടായിരുന്നു, ദാവീദിൻ്റെ പേരിലുണ്ടായിരുന്നു, ഏലിയാവിൻ്റെ പേരിലുണ്ടായിരുന്നു, ഏലിശയുടെ പേരിലുണ്ടായിരുന്നു, പ്രവാചകന്മാരുടെ മേലിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസവും ഇന്നത്തെ നാളുകളിലും നമുക്ക് അഭിഷേകം പ്രാപിക്കേണ്ട ആവശ്യമുണ്ട്. ഈ അഭിഷേകത്തെക്കുറിച്ച് വീണ്ടും ഞാൻ ഡീറ്റെയിൽഡായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്കറിയാം, ഒരു എപ്പിസോഡൊന്നുമില്ല, 3-4 എപ്പിസോഡ് അഭിഷേകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഈ അഭിഷേകത്തിൽ തുടർമാനമായി ജീവിക്കേണ്ടത്. കാരണം ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഈ പിശാചിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഈ പിശാചിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ഇതിൽ നിന്ന് സക്സസ്ഫുള്ളായിട്ട് എങ്ങനെ നമുക്ക് പുറത്ത് വരാമെന്നും ഈ അഭിഷേകം എങ്ങനെ പ്രാപിക്കാം. അതുകൊണ്ട് ഈ അഭിഷേകത്താലാണ് ഈ നുകം ഉടഞ്ഞു മാറുന്ന ഈ ഡെമൺസ് പോകുന്നതെന്ന് നമുക്കറിയാം. അതുപോലെ രണ്ടാമത്തെ കാര്യം, ഈ ഡെമൺസ് പോകാനായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മൾ അവരെ കമാൻഡ് ചെയ്യണം. യേശുക്രിസ്തുവിൻ്റെ അതോറിറ്റിയിൽ നമ്മൾ കമാൻഡ് ചെയ്യണം. നമുക്ക് ഡിസൈപ്പിൾസിന്, ശിഷ്യന്മാർക്ക് വലിയ അധികാരം കൊടുത്തിട്ടുണ്ട്. ലൂക്കോസ് 10:17 മുതൽ 19 വാക്യങ്ങളിലെ അവന് അധികാരം കൊടുത്തിരിക്കുകയായിരുന്നു ഈ ഡിസൈപ്പിൾസിന്. അതേ അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ അധികാരം നമ്മൾ എടുക്കണം. ഈ അധികാരം എടുക്കാനായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്? അതാണ് നേരത്തെ പറഞ്ഞത്, ഈ സ്വർഗീയമായിട്ടുള്ള ലോസ് നമ്മൾ അനുസരിക്കുമ്പോഴാണ് അധികാരം എടുക്കാനായിട്ട് പറ്റുന്നത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അല്ലാതെ അങ്ങനെ നമ്മൾ അധികാരം എടുത്തു കഴിഞ്ഞാൽ അപ്പോസ്തലപ്രവൃത്തി 19:15 പറയുന്ന പോലെ ആയിപ്പോവും. നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ പിശാച് ഇങ്ങോട്ട് പറയും, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആർ എന്ന് ചോദിക്കും. യേശുവിൻ്റെ നാമത്തിന് അധികാരമൊക്കെ ഉണ്ട്, എന്നാൽ ഈ അനോയിൻറ്റിങ് വന്നിട്ട് വേണം അധികാരമെടുക്കാൻ. ഹലോ, ശ്രദ്ധിക്കുക, ഈ അനോയിൻറ്റിങ് നമ്മുടെ മേളിൽ വന്നിട്ട് വേണം അധികാരമെടുക്കാൻ. ഈ അനോയിൻറ്റിങ്ങിൽ അധികാരമെടുത്താൽ പിശാച് പോകാതിരിക്കാനായിട്ട് പറ്റത്തില്ല. അത് സ്പിരിച്വൽ ലോയാണ്. അതിൽ പിശാച് അത് അനുസരിക്കേണ്ടി തന്നെ വരും. അതുകൊണ്ട് നമ്മൾ ഈ അനോയിൻറ്റിങ് ഇന്ന് നമുക്ക് ഏറ്റവും ആവശ്യമാവുന്നു എന്ന് മറന്നു പോകരുത്. 1 ജോൺ 4:4, 1 യോഹന്നാൻ 4:4 കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചു മെതിക്കുന്നു, നിങ്ങളുള്ളവർ ലോകത്തിലുള്ളവരെക്കാളും വലിയതെന്ന്. നിങ്ങളിൽ ആരാണുള്ളതെന്ന് വെച്ചാൽ ആരാണുള്ളത്? ദൈവത്തിൻ്റെ ആത്മാവ്. അത് ലോകത്തിലുള്ളവരെക്കാളും വലിയവരാണ് എന്ന് പറയുമ്പോൾ ഈവിൾ സ്പിരിറ്റ് നമ്മളെ പൊസസ് ചെയ്യാനായിട്ട് വരുമ്പോഴേ വിശ്വാസത്തിൽ നമ്മൾ പറയണം, ആ അതോറിറ്റിയിൽ നമ്മൾ പറയണം, എന്നിൽ വസിക്കുന്നവൻ നിന്നേക്കായും വലിയവനാണ് എന്ന് പറയാനായിട്ട് നമുക്ക് കഴിയണം. ഈവിൾ സ്പിരിറ്റ് നമ്മളിലേക്ക് പൊസസ് ചെയ്യുമ്പോൾ, ഞാൻ എപ്പോഴും പറയുന്ന പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ചിന്തകൾ ഒക്കെ പൊസസ് ചെയ്യാനായിട്ട് വരുമ്പോഴേ ഗെറ്റ് ബാക്ക് സൈറ്റൻ, സാത്താനെ എന്നെ വിട്ടുപോകൂ, എന്നിലുള്ളവൻ നിന്നേക്കായും വലിയവനാണെന്ന് പറയാനായിട്ട് നമുക്ക് കഴിയുമ്പോൾ, അങ്ങനെ ഒരു 10 പ്രാവശ്യം പറയുമ്പോൾ പിന്നെ ആ ചിന്തകളിലേക്ക് ഒപ്രഷൻ ഉണ്ടാകത്തില്ല. ആ ചിന്ത കണ്ണിൽ കൂടെ തീ ഇറങ്ങാൻ തുടങ്ങും. ആ നമ്മുടെ കണ്ണിൽ കൂടെ തീ ഇറങ്ങാൻ തുടങ്ങും. നമ്മൾ കാണുന്ന അഗ്ലിയായിട്ടുള്ള കാര്യങ്ങളിൽ തീ ഇറങ്ങാനായിട്ട് തുടങ്ങും. ഇന്ന് ഒരുപാട് പേർക്കുണ്ട്, പ്രത്യേകിച്ച് സെക്ച്വൽ സെൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് പേര് പറയുന്നത്, എൻ്റെ നോട്ടം വേറൊരു വൃത്തികെട്ട ചിന്തയിലേക്ക് എന്നെ നയിക്കുക, എൻ്റെ നോട്ടം ഒരു വൃത്തികെട്ട ചിന്തയിലേക്ക് എന്നെ നയിക്കുമ്പോഴേ
ചില സെഡ്യൂസിങ് ആയിട്ടുള്ള ചിന്തകളിലേക്ക് നയിക്കുമ്പോഴേ എനിക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർ, അവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ അകത്തിരിക്കുന്നവനുണ്ടല്ലോ, അവൻ ഈ ഈവിൾ സ്പിരിറ്റിനേക്കാളും വലിയ ആളാണ്. സോ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു ജയമെടുക്കുന്നു എന്ന് പറഞ്ഞ് സാത്താനെ എന്നെ വിട്ടുപോകൂ എന്ന് പറയുമ്പോഴേ അത് വിട്ടുപോകും. അത് നിങ്ങൾ പറയാനുള്ള ധൈര്യം വേണം. അതിനാണ് നമുക്ക് അഭിഷേകം വേണ്ടത്. അതൊരു അഭിഷേകത്തെക്കുറിച്ച് പറയുമ്പോൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. രണ്ടാമത് നമുക്ക് ആവശ്യമുള്ളതാണ് ഈ ഡെമൺസ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകാനായിട്ടുള്ള വിശ്വാസം. നമ്മുടെ വിശ്വാസം എങ്ങനെയാണ്? എല്ലാ ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിളിലെ എല്ലാ കാര്യങ്ങളും റിസീവ് ചെയ്യുന്നത്, ഹലോ ശ്രദ്ധിക്കുക, ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിളിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും റിസീവ് ചെയ്യുന്നത് വിശ്വാസത്തിലാണ്. ആ വിശ്വാസം എങ്ങനെ റിസീവ് ചെയ്യുന്നത്? എഫേസ്യർ 2:8 പറയുന്നുണ്ടല്ലോ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാലാണ് നമ്മൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ടതുപോലും വിശ്വാസത്തിൽ കൃപയെ കൂടെ ദൈവം ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് ഈ എല്ലാ കാര്യങ്ങളും ദൈവരാജ്യത്തിലെ നമുക്ക് റിസീവ് ചെയ്യേണ്ടത് ഈ വിശ്വാസത്തിലാണ്. സൗഖ്യവും വിടുതലും ഒക്കെ നമ്മുടെ അവകാശമാണ്. 12 വർഷം രക്തസ്രാവം ബാധിച്ച ആ സ്ത്രീ, അവൾ എൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞിട്ടാണ് യേശുവിനെ പോയി തൊടുന്നത്, യേശുവിൻ്റെ തൊങ്ങലിൽ പോയി തൊടുന്നത്. അന്നേരം എന്താ യേശു പറഞ്ഞ്? എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ദ പവർ ഓഫ് ഫെയ്ത്ത്. അവളുടെ വിശ്വാസത്തിൻ്റെ ശക്തിയിൽ നിന്ന്, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെടുകയാണ്. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെടുക. ശിഷ്യന്മാർ പറയാം, ഈ തെള്ളിൻ്റെ ബഹളത്തിൻ്റെ ഇടയിൽ ആരാ നിന്നെ തൊട്ടതെന്ന് എങ്ങനെ അറിയുക? എല്ലാവരും തൊടുകയല്ലേ? അല്ല, യേശുവിനറിയാം എന്നെ ആരോ തൊട്ടു. എങ്ങനെയാണ്? അവളുടെ വിശ്വാസം. ആ വിശ്വാസമാണ്, ഫെയ്ത്താണ് ഈ ഡെമോണിനെ പുറത്താക്കുന്നത്. അതുപോലെ എല്ലാ അത്ഭുതങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവമേ എനിക്കിങ്ങനെയൊക്കെ ഉണ്ട്, ചില കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നെഗറ്റീവ്, അതിൽ നിന്ന് വിടുവിക്കണം. എല്ലാ അത്ഭുതങ്ങളും ഈ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വരത്തില്ല, അല്ലെ? പെട്ടെന്ന് അങ്ങ് അത്ഭുതം. നമ്മൾ പ്രാർത്ഥിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കണം. ഏലിയാവ് മഴ പെയ്യാൻ പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് അറിയാമല്ലോ. 1 പ്രാവശ്യം പ്രാർത്ഥിച്ചു, 2 പ്രാവശ്യം പ്രാർത്ഥിച്ചു. ഓരോ പ്രാവശ്യവും ഏലിയാവിൻ്റെ അസിസ്റ്റൻറ്റിനെ കടലിലോട്ട് വിടും. ഏലിയാവ് മലയുടെ മേളിലായിരിക്കുന്നത്, അവൻ പോയിട്ട് പിന്നെയും വരും, അവിടെ ഒന്നും കണ്ടില്ല. പിന്നെയും അവനെ ഒരു പ്രാർത്ഥിച്ചിട്ട് പിന്നെയും വിടും, പിന്നെയും അവൻ പോയിട്ട് 1 രാജാക്കന്മാർ 18:43-44 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ 1 പ്രാവശ്യം പോയി, 2 പ്രാവശ്യം പോയി, 3 പ്രാവശ്യം പോയി. അവസാനം 7ാമത്തെ പ്രാവശ്യമാണ് ചെറിയ ഒരു മേഘം കൈ പോലെ പൊങ്ങി വരുന്നതാണ്. ദൈവം പറഞ്ഞാൽ അത് നടക്കുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ട്. എന്നോട് എന്നെ കേൾക്കുന്നവർ അല്ലാതെ എന്നെ വിളിച്ചിട്ടുള്ളവരും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നടക്കുക തന്നെ ചെയ്യും, 100% ഉറപ്പാണ് നടക്കുമെന്ന്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ചിലപ്പം ചില ഡിലേകളൊക്കെ കാണും. ഈ പറഞ്ഞ പോലെ പേർഷ്യയുടെ രാജാവ് ചിലപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവും തടയാനായിട്ട്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ കുറവും ഉപവാസത്തിൻ്റെ കുറവും കൊണ്ടൊക്കെ അത് ഇങ്ങോട്ട് വരാത്ത, അത് ദൈവം റിലീസ് ചെയ്തിട്ടുണ്ട്. അത് ആ മേഘത്തെ കണ്ടതുപോലെ പ്രാർത്ഥിക്കുക. 7 പ്രാവശ്യം. ഞാൻ എപ്പോഴും പറയാം, 7 പ്രാവശ്യം ആ പാവം ആ മലയുടെ മേളിൽ നിന്ന് കടലിൽ പോയി, പിന്നെയും മലയുടെ മേളിൽ കയറി വന്ന്, പിന്നെയും കടലിൽ പോയി. കഷ്ടം. എന്തുകൊണ്ടാണ് ആദ്യം വരാഞ്ഞേ? പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടായിട്ടും ആദ്യം എന്തുകൊണ്ട് വന്നില്ല? അത് വരിക തന്നെ ചെയ്യും. അത് വരാനായിട്ട് ദൈവം ഇങ്ങനെ ആഗ്രഹിക്കും. ദൈവത്തിൻ്റെ ഒരു പർപ്പസാണത്. ഏലിശ നയമാൻ്റെ കൂടെ പറഞ്ഞു, നീ 7 പ്രാവശ്യം മുങ്ങണമെന്ന് പറഞ്ഞു. 7 പ്രാവശ്യം മുങ്ങുമ്പോഴത്തേക്ക് ഈ പോകുന്ന വ്യക്തിയുടെ മനസ്സ് രൂപാന്തരപ്പെടുകയാണ്. ഹല്ലേലൂയ. അതാണ് അത് ആദ്യം വരാത്തത്. ഒറ്റ പ്രാവശ്യം മുങ്ങുമ്പോൾ എന്താ കുഷ്ഠം മാറാത്ത? ആദ്യം പൊങ്ങി. ആദ്യം തന്നെ അവന് പോകാനും ഇഷ്ടമില്ലായിരുന്നു. ഇത്രയും നദികൾ ഇവിടെ കിടക്കുമ്പോൾ, മിസ്രൈമിൽ കിടക്കുമ്പോൾ, ഞാൻ അവിടെ പോയിട്ട് ഈ അഴുക്ക് വെള്ളത്തിൽ പോയി മുങ്ങണമെന്ന് നയമാൻ ചോദിച്ചത്. ആദ്യം എന്തുകൊണ്ട് മാറിയില്ല? 1 മുങ്ങി, 2 മുങ്ങി, 3 മുങ്ങി. ഈ മുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം അവൻ്റെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്, രൂപാന്തരം വന്നുകൊണ്ടിരിക്കുക. 7ാമത്തെ പ്രാവശ്യം നോക്കിയപ്പോഴേ അത് പൂർണ്ണമായിട്ട് മാറി. വെയിറ്റിംഗ് ഫോർ ദ ഹീലിംഗ് ടു മാനിഫെസ്റ്റ് ഈസ് വെയർ ഹി പർപ്പസ്ഫുള്ളി ബ്രിങ് ദ ടെസ്റ്റിംഗ്. അവിടെ ഒരു
ടെസ്റ്റിങ് പർപ്പസ്ഫുള്ളായിട്ട് കൊണ്ടുവരികയാണ് ഹീലിംഗ് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ആദ്യം വരാതിരുന്നത്, ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതങ്ങളിലെ പൈശാചിക ശക്തികളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ അനോയിൻറ്റിങ്ങിൽ പ്രാർത്ഥിക്കാനായിട്ട് ഏറ്റവും ആവശ്യമായിരിക്കും. പ്രാർത്ഥനയാണ്. ഉപവാസാലും പ്രാർത്ഥനയും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകുകയില്ല. ഉപവാസാലും പ്രാർത്ഥനയും അല്ലാതെ ഈ ജാതി ഒരിക്കലും ഒഴിഞ്ഞു പോകുകയില്ല. അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ അനോയിൻറ്റിങ്ങിലിരുന്ന് പ്രാർത്ഥിക്കണം. ഈ അനോയിൻറ്റിങ് വരാനായിട്ട് കുറച്ച് പ്രയാസമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ഈസി അല്ല. ഒന്നുമില്ല, ദൈവവചനം അനുസരിച്ചാൽ മതി, അനോയിൻറ്റിങ് വന്നുകൊണ്ടേയിരിക്കും. ഓരോ പടി ഈ പറഞ്ഞ ടെസ്റ്റ് ചെയ്ത് നിന്നെ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് കൊണ്ടുപോകും. പിന്നെ നീ പ്രാർത്ഥിച്ചാൽ മറ്റുള്ളവർ വിടുതൽ പ്രാപിക്കും. അങ്ങനൊരു ലെവലിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകും. അതാണ് സ്പിരിച്വൽ റിലത്തിലെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വാട്ട് മേക്സ് ദ ഡെവിൾ ഗോ ഈസ് ദ അനോയിൻറ്റിങ്. ഈ അനോയിൻറ്റിങ്ങിൽ നമ്മൾ കമാൻഡ് ചെയ്യാണ്, അതോറിറ്റിയിലെ കമാൻഡ് ചെയ്യാണ്. എൻ്റെ ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാളും വലിയവനാണ് എന്ന് പറഞ്ഞ് കമാൻഡ് ചെയ്യാണ്. അവിടെ നമുക്ക് അതിനോടൊപ്പം തന്നെ ആ വിശ്വാസവും വരികയാണ്. നമുക്ക് വിശ്വാസം വേണം, അനോയിൻറ്റിങ് വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഏത് പിശാചും കെട്ടിയതും പോയി. ചില സമയങ്ങളിൽ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, ചില സമയങ്ങളിൽ ഇത് ഉള്ളിൽ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാത്തവർ, വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തവയ്ക്ക് ഉള്ളിൽ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ദൈവദാസന്മാരുടെ സഹായം നിങ്ങൾ എടുക്കണം. അവർ ചിലപ്പം തലയെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടി വരും ഇതിറങ്ങിപ്പോവാൻ. ചില കേസുകളിൽ കെട്ട് കിടക്കുന്ന പാമ്പ് ഇങ്ങനെ ഇട്ട് വരിഞ്ഞു മുറുക്കി കെട്ടിയിരിക്കുന്ന കേസുകളൊക്കെ ആരെങ്കിലും കൈവച്ച് പ്രാർത്ഥിച്ചെങ്കിലേ അത് ഇറങ്ങിപ്പോവുള്ളൂ, ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോകത്തില്ല. ചില ഫോളൻ ഏഞ്ചൽസിൻ്റെ ഭയങ്കര പിടിയിലിരിക്കുന്ന ചില വ്യക്തികൾ അങ്ങനെയുള്ള ഇറങ്ങിപ്പോവുള്ളൂ. അല്ലാത്ത കേസുകളൊക്കെ തന്നെ എക്സ്റ്റേണലായിട്ടുള്ള ഓപ്പറേഷനൊക്കെ കർത്താവ് മാറ്റിത്തരും. അവൻ്റെ സന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം അനോയിൻറ്റിങ് തരും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വിഷമിക്കരുത്. എൻ്റെ ഇതിൽ നിന്ന് വിട്ടുപോകുന്നില്ല, എൻ്റെ കണ്ണ് പാപം ചെയ്യുന്നു, എൻ്റെ മനസ്സ് പാപം ചെയ്യുന്നു, എൻ്റെ ഹൃദയം പാപം ചെയ്യുന്നു, ചില പാപങ്ങൾ എന്നിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നില്ല. ഒക്ടോപ്പസിനെ പോലെ പിടിച്ചിരിക്കുക, 8ാമത്തത് പോലും പൊട്ടിമാറാതെ ഇപ്പോഴും അവിടെ ഇരിക്കുക. അതെല്ലാം ദൈവനാമത്തിൽ പൊട്ടിമാറും. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ഞാനിന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു ഡെലിവറൻസ് പ്രയർ ഇപ്പം ചെയ്യാൻ പോകുന്നത്. ഏതെങ്കിലും പൈശാചിക കെട്ടുകളുണ്ടെങ്കിൽ ഇന്നത് പൊട്ടിമാറും. ഏതെങ്കിലും ഒക്ടോപ്പസ് സ്പിരിറ്റ് ഉണ്ടെങ്കിൽ അതിന്ന് പൊട്ടിമാറും. ഏതെങ്കിലും മറൈൻ സ്പിരിറ്റുകൾ ഉണ്ടെങ്കിൽ അത് പൊട്ടിമാറും. സെക്ച്വലായിട്ടുള്ള ഡിസയർ കൊടുക്കുന്ന ആത്മാക്കളെ സ്പിരിച്വൽ ഹസ്ബൻഡ് വൈഫ് എന്ന് വിട്ടുമാറും. എല്ലാ രീതിയിലുള്ള ഡെമനിക് ഓപ്പറേഷൻ എന്ന് വിട്ടുമാറും. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കും. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെ ശക്തിയായിട്ട് വലിയ അഭിഷേകത്തിൽ ഞങ്ങൾ അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ സർപ്പൻ്റെയും സ്പിരിറ്റും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഡെമോണിക് അറ്റാക്കും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഡിപ്രഷനും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനോയിൻറ്റിങ് കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ജീവിതത്തിൽ ഇതുവരെയും പ്രാർത്ഥിച്ച് കർത്താവെ വിടുതലെടുക്കാൻ പറ്റാത്ത മേഖലകളെ ഇന്ന് ഈ രാത്രികാലം അത് പൊട്ടിമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലീഗൽ ആക്സസ് കൊടുത്തിരിക്കുന്ന, പിശാചിന് ലീഗൽ ആക്സസ് കൊടുത്തിരിക്കുന്ന എല്ലാ ഡോറുകളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അടയ്ക്കുകയാണ്. എല്ലാ ഈവിൾ കവനൻ്റെയും ഞങ്ങളെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഈവിൾ ഓൾട്ടേഴ്സ് അവരുടെ ഫാമിലിയിലുള്ളത്, ബ്ലഡ് ലൈനിലുള്ളത് എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക വർഷങ്ങളായിട്ട് കർത്താവെ പ്രാർത്ഥിച്ച വിടുതലില്ലാത്ത അവസ്ഥകളിൽ നിന്ന് വലിയൊരു വിടുതൽ നടക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. സ്ഥലം വിൽക്കാനുള്ളവരെ പ്രയാസത്തോട് പ്രാർത്ഥിക്കുന്ന ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ സ്ഥലക്കച്ചവടത്തിന് വേണ്ടിയുള്ള അഡ്വാൻസുകൾ ഇന്ന് ആകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് വന്നു ചേരുകയാണ്. സ്തോത്രം, 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 സ്തോത്രം. നിങ്ങൾ ചേർന്ന വിശ്വാസത്തിലൊന്ന് പ്രാർത്ഥിക്കുമോ? ആ തൊങ്ങൽ തൊട്ട സ്ത്രീ, 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീ, അവരുടെ ബ്ലീഡിങ് മാറിയതുപോലെ അനേക വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ച ഒരു വിടുതല് ഇന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കാൻ പോവുകയാണ്. സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ രീതിയിലുള്ള പൈശാചിക അറ്റാക്കുകളെയും യേശുവിൻ്റെ വലിയ ആ രക്തവളപ്പിൽ ഞങ്ങളെ സൂക്ഷ്മത പ്രൊട്ടക്റ്റ് ചെയ്ത് ആ ഫയർ വാളിൽ കർത്താവെ ആ തീയിൽ ഞങ്ങളെ അവരെ സംരക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. നീ വലിയ വിടുതൽ കൊടുക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. കഴിഞ്ഞ 3 എപ്പിസോഡുകൾ ചേർന്ന് നിങ്ങൾ പഠിക്കണം.
ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഡെലിവറൻസ് തരും, വിടുതൽ തരും. ഏതെങ്കിലും ആരെങ്കിലും ശ്രദ്ധിക്കുന്നവർ ആ അഭിഷേകത്തിൽ വന്നിട്ടില്ല, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ അഭിഷേകം നിങ്ങൾക്ക് തരും. അത് താമസിയാതെ ഈ അഭിഷേകത്തിൻ്റെ എപ്പിസോഡ് വരുമ്പോഴേ നിങ്ങൾ കാണാം. അത് ഒരു 6, 7, 8 എപ്പിസോഡുകൾ കാണാം. അത് നിങ്ങൾ എങ്ങനെയാണ് ശക്തി പ്രാപിക്കുക. എന്തിനാണ് ഇതൊക്കെ പറയുന്നത് ചോദിച്ചാൽ, നമ്മുടെ ജീവിതങ്ങൾ കൂടി കർത്താവ് ഈ ലോകത്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യണം, അതിനുവേണ്ടിയാണ് പറയുന്നത്. ഈ ദിവസങ്ങൾ അതിന് ദൈവം സഹായിക്കട്ടെ. തുടർമാനമായി ഇത് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നോർത്ത് ഇന്ത്യയിൽ ഞങ്ങൾക്ക് 40 പാസ്റ്റേഴ്സ് 50 പാസ്റ്റേഴ്സോളം ഉണ്ട്. അവരെ ഈ ദിവസങ്ങളിൽ വേല ചെയ്യുന്നു. അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. അനേകം ആളുകൾ അവിടെ അനുഗ്രഹിക്കപ്പെടുകയും കർത്താവിനെ അറിയുകയും ചെയ്യാനായിട്ട് ഇടവരുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകളാണ് അതിന് ബലം കൊടുക്കുന്നത്. ഈ ദിവസങ്ങളിൽ നിങ്ങളെ അത് സഹായിക്കുകയും അതുപോലെ ഫൈനാൻഷ്യലായിട്ട് സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നവരെ അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ നാളുകളിൽ അത് വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.